പിറവം മണ്ഡലത്തിൽ കഴിഞ്ഞ 3 തവണയും വേറൊരു പേര് ഉയർന്നു കേട്ടിട്ടില്ല, അനൂപ് ജേക്കബ്. അനൂപ് ജേക്കബ് 4ാമത് തവണയും ഇപ്പോൾ പിറവത്ത് തൻ്റെ മത്സര പ്രചരണ പരിപാടികൾ മുഴുകി നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ 1/4 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ എത്രത്തോളം മെച്ചപ്പെട്ടൊരു വിജയം? കാരണം കഴിഞ്ഞ തവണ ഞെട്ടിക്കുന്നൊരു ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണത്തെ ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ്? നല്ല ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാവും. നല്ല രീതിയിലുള്ള വർക്ക് UDFനെ സംബന്ധിച്ച് ഇവിടെ ഉണ്ട്. നല്ലൊരു ഏക പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. എല്ലാ വർക്കുകളും ഏകോപിപ്പിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച വിജയത്തിലേക്ക് UDFന് എത്തിച്ചേരാൻ കഴിയും. UDF അനുകൂല തരംഗം കേരളത്തിലെമ്പാടുമുണ്ട്. അതും നമുക്ക് ഇത്തവണ പിറവത്തും അത് കുറച്ചുകൂടെ ഗുണം ചെയ്യുന്ന അവസരമുണ്ട്. കഴിഞ്ഞ തവണ LDFിൻ്റെ കാറ്റ് കേരളം ഒട്ടാകെ ആഞ്ഞു വീശിയപ്പോഴും അനൂപ് ജേക്കബ് ഇവിടെ പിടിച്ചു നിൽക്കുകയാണ്. ഇത്തവണ എന്തൊക്കെ ആത്മവിശ്വാസമാണ് കൂടുതൽ കിട്ടുന്നത്? കാരണം ഇത്തവണ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നൊക്കെയാണ് ഇടതുപക്ഷ മുന്നണി കണക്കാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? നല്ല ഭരണവിരുദ്ധ വികാരമുണ്ട്. നമ്മൾ എവിടെ ചെന്നാലും ജനങ്ങൾ അതിനെ വളരെയേറെ അക്കാര്യത്തിൽ ശ്രദ്ധിച്ചാണ് പറയുന്നത്. കാരണം ആൾക്കാർ അത്രമാത്രം മടുത്തിരിക്കുന്ന ഒരു സർക്കാരാണ്. സർക്കാർ മാറണം എന്നുള്ളത് പൊതുജനം ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇത്തവണ ഞങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ വലിയ അക്സെപ്റ്റൻസ് ജനങ്ങളുടെ ഇടയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പിറവത്ത് തന്നെ ഞാൻ MLA എന്ന നിലയിൽ പലപ്പോഴും ഗവൺമെൻറ്റിൽ നിന്ന് അനുകൂല സമീപനങ്ങൾ ഉണ്ടാവാത്ത അവസരങ്ങളിലും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുമ്പോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തീർച്ചയായിട്ടും ജനങ്ങൾ വിലയിരുത്തുകയും അത് അംഗീകരിച്ചു വരുന്നൊരു സാഹചര്യങ്ങൾ സ്വാഭാവികമായിട്ടുമുണ്ട്. അപ്പം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളൊക്കെ ഇതിന് പ്ലസ്സായി വരും. പിന്നെ ഒപ്പം തന്നെ എല്ലാ സന്ദർഭങ്ങളിലും ജനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന അതൊരു വലിയ ആത്മവിശ്വാസമാണ്. എല്ലാ സമയത്തും ഞാൻ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്നൊരു വ്യക്തിയാണ്. അത് നൽകുന്ന കോൺഫിഡൻസ് വളരെ വളരെ വലുതാണ്. കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയെയും വളരെ പെട്ടെന്ന് ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു. ഇത്തവണ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പാളയത്തിൽ നിന്നാണ് LDF കണ്ടെത്തിയിരിക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ വോട്ട് അവർക്ക് സഹായകരമാവുമെന്നൊക്കെയുള്ള ഒരു ചിന്ത അവർക്കുണ്ട്. അങ്ങനെ എന്തെങ്കിലും സാധ്യതകളൊക്കെ ഉണ്ടോ? ഒരിക്കലുമില്ല. ഒരു UDF വോട്ട് അത് ഒരിക്കലും പുറത്തോട്ട് പോവില്ല. ഞാനതാണ് ആദ്യം UDF ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നത്. അതിൻ്റെ അകത്ത് അതൊരു വിഷയമേ അല്ല. ആരെങ്കിലും ഒരാൾ എതിർ സ്ഥാനാർത്ഥിയായി വരുന്നത് സ്വാഭാവികമാണല്ലോ. ഞങ്ങൾ ആ രീതി മാത്രമേ അതിനെ കണ്ടിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല ഇക്കാര്യത്തിൽ. അബു ജേക്കബ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റായും നഗരസഭാ ചെയർമാനുമായിട്ടൊക്കെ ജനങ്ങളുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു നല്ല സ്ഥാനാർത്ഥിയായിട്ട് വിലയിരുത്താൻ കഴിയുമോ? കഴിഞ്ഞ സ്ഥാനാർത്ഥികളുമായിട്ട് കഴിഞ്ഞ 3 തവണയും മത്സരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സ്ഥാനാർത്ഥിയുടെ ഒരു പരിചയം അവർക്ക് മുതൽക്കൂട്ടാവുമോ? ഇല്ല, അതിൻ്റെ അങ്ങനെയുള്ള വിലയിരുത്തേണ്ട ആവശ്യമുണ്ടെന്ന് കരുതുന്നില്ല. എനിക്ക് ജനങ്ങളോടുള്ള ബന്ധവും പരിചയവും വളരെ വളരെ വലുതാണ്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങളുടെ ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ വികസനവും UDF സർക്കാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളാണ്. അതല്ലാതെ വേറൊരു വികസന പ്രവർത്തനം ഇവിടെ ആർക്കും അവകാശപ്പെടാനും കഴിയുന്നതല്ല. എന്തായാലും സ്ഥാനാർത്ഥി ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അനൂപ് ജേക്കബിനെ കുറിച്ച് പറയുമ്പോൾ പിറവത്തെ ജനകീയനായ ഒരു MLA ആണ്. പ്രത്യേകിച്ച് എല്ലാവിധ കാര്യങ്ങളും, അവരുടെ രോഗമാവട്ടെ, മരണമാവട്ടെ, കല്യാണമാവട്ടെ, എല്ലാ കാര്യത്തിലും ഒരു നിത്യ സാന്നിധ്യം കൂടിയാണ് താങ്കൾ. അതുകൊണ്ട് ജനങ്ങളുമായിട്ട് ഒട്ടും അകന്നു നിൽക്കുന്ന ഒരു MLA അല്ലല്ലേ? അല്ല, ഒരിക്കലും അല്ലോ. ഞാൻ എപ്പോഴും ജനങ്ങളെപ്പോഴും ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞു എന്നതൊരു വലിയ ആത്മവിശ്വാസമാണ് എന്നെ സംബന്ധിച്ച്. പിന്നെ ഇപ്പോൾ ചോദ്യം ചോദിച്ചത് UDF വോട്ടുകൾ മാറുമോ എന്നുള്ള. UDF വോട്ട് ഒരു കാരണവശാലും മാറാൻ പോകുന്നില്ല. UDF വളരെ കെട്ടുറപ്പോടെയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ താങ്കളോട് പ്രത്യേകിച്ചൊരു LDF മന്ത്രിസഭയായത് കാരണം പൂർണ്ണമായൊരു സപ്പോർട്ട് ഒരുപക്ഷെ കിട്ടിക്കാണില്ല. പക്ഷേ വികസനത്തിൻ്റെ കാര്യത്തിൽ അല്പം റോഡ്, പ്രത്യേകിച്ച് റോഡിൻ്റെ കാര്യമൊക്കെ നേരത്തെ മുഴുക്കുളം റോഡിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ നേരത്തെ ഒരു ഇലക്ട്രോണിക് പാർക്ക് സിറ്റിയുടെ കാര്യമൊക്കെ നമ്മൾ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ UDF വന്നാൽ മാത്രമേ ഇത് പ്രാവർത്തികമാക്കാൻ കഴിയൂ എന്നൊരു വാഗ്ദാനമാണ് നൽകുന്നത് ഈ ഘട്ടത്തിൽ. അല്ല, ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ഗവൺമെൻറ്റിൽ നിന്ന് പലപ്പോഴും ഫണ്ടുകൾ ലഭിക്കുന്നത് വളരെ പരിമിതമാണ്. UDF MLA വളരെ പരിമിതമായിട്ട് കിട്ടുന്നത്. ആ പരിമിതികളുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിൽ പോലും ഈ നിയോജകമണ്ഡലം നിങ്ങൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 99% പൊതുമരാമത്ത് റോഡുകൾ ഞാൻ നല്ല നിലവാരത്തിലേക്ക് ആക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലഭിക്കുന്ന ഫണ്ടുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തും അത് ഏറ്റവും ഫലപ്രദമായി കൊണ്ടുവന്നു. ഒപ്പം തന്നെ ഒരു 80% ഗ്രാമീണ റോഡിൽ പുനരുദ്ധരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സർക്കാരിൽ നിന്ന് പലപ്പോഴും കിട്ടുന്ന പരിമിതമായ ഫണ്ടിൽ നിന്നുകൊണ്ട് മാക്സിമം യൂട്ടിലൈസേഷൻ നടപ്പിലാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനൊക്കെ സാധിക്കുന്നത്. ഇലക്ട്രോണിക്സ് പാർക്ക് LDF സർക്കാർ വേണ്ടാന്ന് വെച്ച പദ്ധതിയാണ് 2010 ഞങ്ങളുടെ സർക്കാർ വന്നിട്ടാണ് അതിൻ്റെ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ ഞങ്ങൾ എടുത്തത്. 15 ഏക്കറോളം ഭൂമി ആദ്യഘട്ടമായി ഞങ്ങൾ ഏറ്റെടുത്തു. ആ ഭൂമി KSIDC കൈവശമുണ്ട്. ഇപ്പോൾ അവർ ആ ഭൂമി അത് ടൂറിസത്തിനോ അല്ലെങ്കിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ കൈമാറണം എന്ന രീതിയിലുള്ള ആശയങ്ങളാണ് ഇപ്പോൾ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് LDF. അവരുടെ പ്രകടന പത്രിക 2021 പറഞ്ഞാണ് ഇലക്ട്രോണിക്സ് പാർക്ക് കൊണ്ടുവരുമെന്ന്. പിന്നീട് രാജീവ് മിനിസ്റ്റർ അസംബ്ലിയിൽ എൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് അത് വെറ്റ്ലാൻഡാണ്, സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വേർഷൻ ഇത്രയേ ഉള്ളൂ. അതുപോലെയുള്ള ഭൂമിയെ, അതായത് പരിസ്ഥിതിക സൗഹാർദ്ദമായി
പരിസ്ഥിതി സൗഹാർദ്ദമായി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള സാധ്യതകൾ ലോകത്ത് ഒരുപാടുണ്ട്, ഉദാഹരണങ്ങൾ. അപ്പോൾ അതനുസരിച്ച് ഇലക്ട്രോണിക്സ് പാർക്ക് കൊണ്ടുവരിക എന്ന് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും വലിയ സ്വപ്നങ്ങളാണുള്ളത്. 100 സീറ്റുകളാണ് പ്രതിപക്ഷ നേതാവ് സ്വപ്നം കാണുന്നത്. എത്രത്തോളം മികച്ചൊരു വിജയം UDF ഉണ്ടാകുമെന്നാണ് ഇത്തവണ കരുതപ്പെടുന്നത്. തീർച്ചയായും പിറവത്തിന് ഒരു മന്ത്രിയും കൂടി ഉണ്ടാകേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത് അല്ലേ? 100 സീറ്റ് ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ മന്ത്രിസഭാ കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുപ്പ് കഴിയട്ടെ, അതനുസരിച്ച് എന്തായാലും UDF മന്ത്രിസഭ ഉണ്ടാവും. എല്ലാ ഘടകകക്ഷികൾക്കും അതിൻ്റേതായ പ്രാതിനിധ്യം ഉണ്ടാവും. അതാണല്ലോ UDF എന്ന് പറയുന്നത്, ടീം UDF ആണ്. ഒക്കെ അതിനുശേഷം ഞങ്ങൾ ചർച്ച ചെയ്യും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഏറ്റവും മികച്ച വിജയത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ് ഞങ്ങൾക്ക് ഉണ്ടാവും, ഞങ്ങൾക്ക് ലഭിക്കും. തീർച്ചയായും ആ ആത്മവിശ്വാസം നമ്മൾ കണ്ടാണ്. കാരണം 3 തവണ വിജയിച്ച ഒരു ആത്മവിശ്വാസം, 4ാം തവണയും ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു ആത്മവിശ്വാസം, ഇതെല്ലാം തന്നെ അനൂപ് ജേക്കബിന് ഇത്തവണ തുണയാകും. പിറവം അനൂപ് ജേക്കബിന് ഒപ്പം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പൊതുവായൊരു വിലയിരുത്തൽ. എന്തായാലും നമുക്ക് മത്സരം കനക്കുകയാണ്. പ്രചാരണ പരിപാടികളുമായി വളരെ സജീവമായി അനൂപ് ജേക്കബ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടിരിക്കുകയാണ്.